ചേർപ്പ് തൃപ്രയാർ സംസ്ഥാന പാതയിലെ ചിറക്കൽ പാലത്തിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ ഭാഗമായി പഴയ പാലം പൊളിച്ചു തുടങ്ങി. ചിറക്കൽ തോടിന് സമാന്തരമായുണ്ടായിരുന്ന പാലം കാലപ്പഴക്കം മൂലം ദ്രവിച്ചു തുടങ്ങിയിരുന്നു. CC മുകുന്ദൻ MLAയുടെ ശ്രമഫലമായി പൊതുമരാമത്ത് വകുപ്പ് പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി 5,30,00,000 രൂപ ഉപയോഗിച്ചാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. 20 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലുമായി ഇരുവശത്തും നടപ്പാതയോടുകൂടിയാണ് പുതിയ പാലം വരുന്നത്. 16 മീറ്റർ നീളവും 7.20 വീതിയുമാണ് നിലവിലെ പാലത്തിനുണ്ടായിരുന്നത്. നവംബറോടെ പൊളിക്കൽ പൂർത്തിയാക്കി ഉടൻ തന്നെ നിർമ്മാണം തുടങ്ങുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അപ്രോച്ച് റോഡിന് സ്ഥലമില്ലാത്തതായിരുന്നു പാലം നിർമ്മാണത്തിന് തടസ്സമായിരുന്നത്. ജനപ്രതിനിധികളും നാട്ടുകാരും നടത്തിയ നിരന്തര ശ്രമത്തിനൊടുവിൽ നിലവിലുള്ള പാലത്തിൻ്റെ ഇരുവശത്തുകൂടി അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ ധാരണയായി. എന്നാൽ സ്ഥലപരിമിതി മൂലം വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകാനുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്താനാകാത്തതാണ് വെല്ലുവിളിയായിരുന്നത്. നിലവിൽ ഭാരവാഹനങ്ങൾക്ക് അപ്രോച്ച് റോഡിലൂടെ കടന്നുപോകാൻ നിരോധനമുണ്ട്. എന്നാൽ യാത്രക്കാർ കുറവുള്ള ബസ്സുകൾ മാത്രം നിയന്ത്രണ വിധേയമായി ഇപ്പോൾ കടത്തിവിടുന്നുണ്ട്. ഒരു വശത്ത് കാൽനട യാത്രക്കാർക്കുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാഹനങ്ങളുടെ ബാഹുല്യം താൽക്കാലിക ബണ്ട് റോഡിനെ താങ്ങാനാകുമോ എന്നതാണ് അധികൃതരുടെ ആശങ്ക. കളക്ടറുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ മഴക്കാലത്തിന് മുൻപായി താൽക്കാലിക റോഡ് നിർമ്മാണം പൂർത്തിയായിരുന്നു. എന്നാൽ ചിറക്കൽ തോട്ടിൽ വെള്ളക്കെട്ട് രൂക്ഷമായി താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാകുന്നതോടെ ഇത് ഭാഗികമായി പൊളിച്ചു മാറ്റേണ്ടി വന്നു. തുടർന്നാണ് ഇത് ബലപ്പെടുത്തി വാഹനങ്ങൾക്ക് കടന്നുപോകാവുന്ന വിധമാക്കിയത്. അതിനാൽ അടുത്ത മഴക്കാലത്തിന് മുൻപ് തന്നെ പുതിയ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് പൊതുമരാമത്ത് അധികൃതരും ജനപ്രതിനിധികളും.